Assalamu alaikum wa rahmatullahi wa barakatuh. Just imagine it. Children are being killed by starvation in Gaza. ഗസയിൽ ചെറിയ കുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ വിശന്ന് മരിക്കുന്നു. സ്വന്തം ഉമ്മയുടെ മുന്നിൽ വെച്ച് ഒരു കുട്ടി വിശന്ന് മരിക്കുമ്പോൾ ആ ഉമ്മക്ക് എത്ര വലിയ സങ്കടമായിരിക്കും. ശരിയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആദ്യമായി ഉമ്മമാർ നമ്മളോട് ചോദിക്കുന്നത് മോനെ ഭക്ഷണം കഴിച്ചോ എന്നാണ്. അപ്പോൾ ഏതൊരു ഉമ്മാക്കും തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നറിയുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടമാണ്. അപ്പോൾ ഗാസയിലുള്ള ഉമ്മമാരുടെ സങ്കടം വേദന ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ബിക്കോസ് സ്വന്തം മക്കൾ വിശന്ന് ഭക്ഷണമില്ലാതെ മരുന്നില്ലാതെ വെള്ളമില്ലാതെ മരിച്ചു വീഴുന്നത് ദേ ആർ വിറ്റ്നസിങ് വിത്ത് ദെയർ ഐസ്. മോർ ദാൻ 60,000 പീപ്പിൾ ഗസയിൽ മരണപ്പെട്ടു. ഇത്രയൊക്കെ കൊല്ലപ്പെട്ടിട്ടും ആളുകൾ കൊല്ലപ്പെട്ടിട്ടും ഇത്രയൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ഇതൊന്നും അള്ളാഹു കാണുന്നില്ല. ഐ തിങ്ക് ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് സോ മെനി പീപ്പിൾ ആസ്കിങ് ദംസെൽവ്സ് ഇൻ ദീസ് ഡേയ്സ്. കുറേ ആളുകൾ പുറത്ത് ചോദിച്ചിട്ടില്ലെങ്കിലും മനസ്സിലെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതൊന്നും അള്ളാഹു കാണുന്നില്ല. നമ്മളിവിടെ പോസ് ചെയ്തൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സാധാ ഒരു ലെൻസിലൂടെ നോക്കുന്ന സമയത്ത് ഗസയിലെ ജനങ്ങൾ കൊടും പരാജിതരാണ്, ഒന്നുമില്ല അവർക്ക്. പക്ഷേ ഇതൊരു ഇസ്ലാമിക് ലെൻസിലൂടെ നോക്കുന്ന സമയത്ത് അവരാണ് ഏറ്റവും വലിയ വിജയികൾ. കാരണം ഈ ഒരു ലോകത്ത് എന്ത് ചെറിയ വേദന അനുഭവിച്ചാലും ചെറിയ മുള്ള് തറച്ചാൽ പോലും അള്ളാഹു ആഖിറത്തിൽ വലിയ പ്രതിഫലമാണ് നൽകുന്നത്. അപ്പോൾ ആ ഗസയിലെ ജനങ്ങൾക്ക് ആഖിറത്തിൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയായിരിക്കും? പക്ഷേ ഇതൊന്നും കാണാത്ത, ഇതൊന്നും അനുഭവിക്കാത്ത, കേവലം ദൂരെ നിന്ന് കാണുന്ന കേൾക്കുന്ന ആളുകൾ അള്ളാഹുവിനെ ബ്ലെയിം ചെയ്യുകയാണ്. ശരിക്കും ഇതൊരു ലോജിക്കില്ലാത്തൊരു കാര്യമാണ്. So we don't have any option to blame Allah. ശരിയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഗസയിലുള്ള കുഞ്ഞുങ്ങളുടെ കരച്ചിലും അവിടുത്തെ ഉമ്മമാരുടെ നിലവിളിയും ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവരെ വെടിവെച്ചിടുന്നതുമൊക്കെയാണ്. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു പോകും, ഓരോ ദിവസം കൂടുന്തോറും ഗസയിലുള്ള സ്ഥിതി വളരെ മോശമാവാണ്, അവിടുത്തെ ജനങ്ങളുടെ എണ്ണം കുറയാണ്. അപ്പോൾ അക്രമികൾക്ക് അള്ളാഹു കൂട്ടു നിൽക്കുകയാണോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകും. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെ ഒരു ദിവസത്തിലേക്ക് പിന്തിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇബ്രാഹിമിൽ അള്ളാഹു പറയുന്നുണ്ട്, വലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ إنما يؤخرهم ليوم تشخص فيه الأبصار. അള്ളാഹു തഅക്കീദ് ചെയ്തുകൊണ്ട് പറയാണ്, അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചു പോകരുത്. മറിച്ച് ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, അവരെ കണ്ണ് തള്ളി പോകുന്ന, അവരെ കണ്ണുകൾ ഭയം കൊണ്ട് വിറച്ചു പോകുന്ന ഒരു ദിവസത്തിലേക്ക് അള്ളാഹു നീട്ടിവെക്കുക, പിന്തിപ്പിക്കുക മാത്രമാണ് അള്ളാഹു ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹു ആദിലല്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നുകൂടാ. അള്ളാഹു ആദിലാണ്, അള്ളാഹുവാണ് നീതി. അപ്പോൾ ഗസയിലുള്ള മക്കൾ ഇന്ന് മരിച്ചു വീഴുന്നുണ്ടെങ്കിലും ഗസയിലുള്ള ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാതെ, വെള്ളമില്ലാതെ, മരുന്നില്ലാതെ മരിച്ചു വീഴുന്നുണ്ടെങ്കിലും നാളെ അവർക്ക് വലിയ പ്രതിഫലമാണ് അവരെ കാത്തു നിൽക്കുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഒരുപക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി വെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, മരുന്ന് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു മുഅ്മിന് തൻ്റെ മുഅ്മിനായ സഹോദരന് വേണ്ടി ചെയ്യുന്ന ദുആ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇന്നല്ലെങ്കിൽ ആ ഒരു ദിവസം അള്ളാഹു എന്തായാലും, അള്ളാഹു ഉറപ്പായും അക്രമികളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ഗാസയിലുള്ള ജനങ്ങൾക്ക്, ഇവിടെ മരിച്ചു പോയ ജനങ്ങൾക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം നൽകട്ടെ. അവരെയും നമ്മയും നാളെ അവൻ്റെ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.